ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വിശേഷങ്ങളും പിന്നെ തലേദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഒതുക്കി വയ്ക്കുക. അത്ര വലിയ വൃത്തികേടൊന്നും ഉണ്ടാവില്ല, പക്ഷേ എല്ലാ സ്ഥാനമൊക്കെ തെറ്റിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടു കേട്ടോ. അപ്പോഴാണ് പിന്നെ ജോലി ചെയ്യാനായിട്ട് ഒരു ഉഷാറ് തോന്നുള്ളൂ, അല്ലെങ്കിൽ കുറേ പണിയെടുക്കുക എന്നൊരു തോന്നൽ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് കുറച്ച് ബാലൻസ് ഉണ്ട്, അതൊന്നും എടുത്ത് തിളപ്പിക്കണം. ചോറൊന്നും അധികം ബാലൻസ് ഇല്ല കേട്ടോ, കൂടുതൽ വെച്ചിട്ടില്ല. വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കാലത്ത് അതൊക്കെ ആട്ടി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് അരി കുറവായിട്ടുണ്ടായിരുന്നത്. എന്നാലും കുറച്ച് ചോറ് എപ്പോഴും വേണമല്ലോ, നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്ക് കൊടുക്കണം. അതുപോലെ എനിക്ക് ഇത്തിരിയെങ്കിലും ചോറുണ്ടെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. ഞാൻ ഫുഡ് കഴിക്കാത്തൊരു ഫീലൊക്കെയാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ചോറ് കുറച്ചെങ്കിലും കഴിച്ചില്ലെങ്കിൽ പിന്നെ അതല്ല ശ്രീകുട്ടൻ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചാലോ. അപ്പോൾ അത് കാരണം കുറച്ച് ചോറ് എന്തായാലും വേണം. പിന്നെ സാമ്പാർ രാവിലത്തെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ ചെമ്മീൻ ചമ്മന്തിയും. പിന്നെ അപ്പോൾ ഞാൻ ചോറ് ചൂടാക്കാൻ വെച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചോ, കൗണ്ടർ ടോപ്പും ഒക്കെ എന്താ പറയുക, ചെറിയൊരു ഭംഗികേട് അങ്ങനെ ഉണ്ടാവില്ല. എന്നാൽ വൃത്തികേടല്ല, നമ്മൾ രാവിലെ തുടച്ചിട്ട് പോയത്. പക്ഷേ ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ വിളമ്പലും എടുക്കലും പിന്നെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളൊക്കെ ആൾ പാചകമൊക്കെ ചെയ്യും കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തതിൻ്റെ ഒക്കെ വെടുപ്പാക്കും അവൻ. എന്നാൽ കൂടി ഒരു തുടയ്ക്കണതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നാക്കി സിങ്കിൽ കഴുകാനുള്ള പാത്രങ്ങൾ ഇട്ട് വെച്ചു. പിന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം രണ്ടാൾക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് വെള്ളയപ്പം. ചോറില്ലെങ്കിലും വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ അത് എന്തോ ഒരു പുതിയ കുറേ നല്ല സാധനങ്ങൾ കിട്ടിയൊരു ഫീലാണ് അവർക്ക്. അപ്പോൾ പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത് കാരണം അങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ മാവ് ഇത്തിരി കൂടുതലുണ്ട്. അപ്പം ഞാനത് ആവശ്യത്തിനുള്ളത് ഇപ്പോൾ എടുത്തിട്ട് ബാലൻസ് ഉള്ളത് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസത്തേക്കോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു. ചില ദിവസം ഈ പറഞ്ഞ മാതിരി വേർക്കൽ ഇത്തിരി കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ സമയം നമ്മൾ കുറവ് വയ്ക്കുമ്പോൾ രാത്രിക്കാന്ന് വെച്ചാൽ 10 മണി 11 മണിക്കായിട്ട് ആട്ടി വയ്ക്കുകയെന്ന് വെച്ചാൽ രാവിലെ ചിലപ്പോൾ ശരിക്കും വീർത്തില്ല എന്ന് വരും. ഇപ്പം നന്നായിട്ട് പൊന്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് മസാലക്കറി ആദ്യം ഉണ്ടാക്കിയിട്ട് വെള്ളയപ്പം ഉണ്ടാക്കൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കറി ഉണ്ടാക്കിയാലല്ലേ നമുക്ക് വേഗം ഫുഡ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഭയങ്കര വിലയാണ് പച്ചക്കറിക്കും ആയാലും നോൺ വെജിനായാലും ഒന്നിനും വില കുറവില്ല. അപ്പോൾ ആകെ സാമ്പാർ വർഷത്തിൽ കിട്ടിയ ഒരു ക്യാരറ്റാണ് കേട്ടോ. അത് തക്കാളി പോലും ഒരു സാമ്പാർ വർഷത്തിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു സിമ്പിൾ സ്റ്റു കറിയാണ്, ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, ഒരു സവോള, പിന്നെ പച്ചമുളക് എരിവിന്, പിന്നെ ഇഞ്ചി കേട്ടോ. ഇത്രയും അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണമെങ്കിൽ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞ കളർ ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. 2-3 വിസിലൊക്കെ അടിച്ചോട്ടെ. ഉരുളക്കിഴങ്ങ് ഇത്തിരി ഉടഞ്ഞു പോകുന്നത് തന്നെയാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ്. അപ്പോൾ 2-3 വിസിലൊക്കെ അടിച്ച് ഇത്തിരി നേരം ഇവിടെ കിടക്കുന്നതാവും കേട്ടോ നല്ലത്. അപ്പോഴേക്കും ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കണ പരിപാടിയിലേക്ക് തുടങ്ങി കേട്ടോ. മറ്റേത് കുക്കറിൽ വെച്ചല്ലോ. ആ വെള്ളയപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ ബാക്കിയുള്ള പണികൾ കഴിക്കാമെന്ന് വെച്ചു. പാത്രം കഴുകൽ നടക്കില്ല വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ, എന്നാലും ചെറിയ ചെറിയ ജോലികളൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ അത് മൂടി വെച്ച് പിന്നെ അത് അടുത്തടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്റ്റു കറിയിലേക്ക് കുറച്ച് നാളികേരം നമുക്കൊന്ന് അരച്ച് ചേർക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അണ്ടിപ്പരിപ്പ് അരച്ചതോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഞാനൊരു ഇത്തിരി നാളികേരം മാത്രം നല്ല പേസ്റ്റ് പരുവത്തിലാക്കി അരച്ച് ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം ഇന്ന് നല്ല സോഫ്റ്റ് വെള്ളയപ്പമായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ആട്ടിയപ്പോൾ ഇത്തിരി നാളികേരം ചോറും രണ്ടും ഇത്തിരി മുന്നിട്ട് നിന്നിരുന്നു. അപ്പോൾ സോഫ്റ്റ് ആവും കേട്ടോ. അതിത്തിരി കുറഞ്ഞ് പഞ്ചസാര ഇത്തിരി നന്നായിട്ട് ഇട്ടാൽ നല്ല മൊരിഞ്ഞ വെള്ളയപ്പം കിട്ടും. അപ്പം ഞാൻ ഇന്നത്തെ ഇത് സോഫ്റ്റ് വെള്ളയപ്പമായിരുന്നു. അങ്ങനെ ഇതൊക്കെ വെന്ത് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തു, നാളികേരം അരച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ലൂസും ആക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി. വെള്ളയപ്പം ദേ ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ആദ്യത്തെ അതിനിടയ്ക്ക് കറിയാവാണ്ട് ഒരെണ്ണടുത്ത് പഞ്ചസാര ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാരണം ആ വക പരിപാടിക്കൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ആദ്യത്തിനും അവിടെ ഇരുന്ന് കഴിച്ചു. അതിനിടയ്ക്ക് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കണമൊക്കെ ഉണ്ട്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാഞ്ഞത് എന്താ വെച്ചാൽ അവൻ്റെ ഷർട്ട് ഇടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ആയപ്പോൾ താഴത്തുനിന്ന് എനിക്ക് വന്ന് വെള്ളയപ്പം മറിച്ചിടാൻ കൂട്ടിയ അപ്പോൾ ഒരു കസേര കൊണ്ടിട്ട് അവിടെ ഇരുന്നു. ആദ്യത്തെ വീഡിയോ ഓണായപ്പോൾ ഒളിച്ചിരുന്ന് അങ്ങോട്ട് ഹാളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, പറയാണ്ട് എടുക്കണം എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. ഹലോ, അപ്പോൾ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കി ഞാൻ ആദ്യത്തിനും കഴിച്ചു കേട്ടോ. ഇനി സൈവിട്ടനും ചേട്ടനും വരാറാവണുള്ളൂ, 9 മണി ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവിടുന്ന് പോരുന്നല്ലേ ഉണ്ടാവുള്ളൂ. ക്യാമറ ഇപ്പം ഇങ്ങനെ പിടിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയോ, പാത്രം കഴുകുന്നതൊന്നും പിടിച്ചില്ല കേട്ടോ. ക്യാമറ അടക്കം ഫോണും കൂടി തലകുത്തി താഴത്തേക്ക് വീണു. ഫോണിനൊന്നും പറ്റില്ല, എന്തോ ഒരു ഭാഗ്യം. പക്ഷേ ക്യാമറ സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഫോൺ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം പിടിക്കാൻ കമ്മലുമാലൊന്നും ഇല്ല കേട്ടോ. വന്നിട്ടൊക്കെ ഊരി വെച്ചതാണ്. പിന്നെ മറ്റേ കമ്മലിട്ടായിരുന്നു. അപ്പോൾ പിന്നെ കാത് വേനെടുക്കും എനിക്ക് വരുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത് ഇടാനൊന്നും ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടേ, അത് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഇതിൻ്റെ പറഞ്ഞു വന്ന പാത്രങ്ങളൊക്കെ കഴുകി. പക്ഷേ അതെ ഒതുക്കി വെച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഒന്നും പിടിച്ചില്ല എന്നുവെച്ചാൽ ഈ സ്റ്റാൻഡ് പൊട്ടി കാരണം ഇനി നിർത്തിയില്ല. പിന്നെ ആദ്യത്തിനെ കൊണ്ടൊക്കെ പിടിപ്പിക്കാൻ നിൽക്കണ്ടേ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ചേട്ടൻ വരുമ്പോൾ അത് ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുളിക്ക് കഴിഞ്ഞു. ഇനി ഒരു മണിക്കൂർ, ഒരു 9:45 ഏകദേശം ആവും അവർ വരുമ്പോൾ. എന്തെങ്കിലും വാങ്ങിക്കാൻ നിൽക്കാൻ വെച്ചാൽ അതിലും വൈകിട്ട് 9:30 എന്തായാലും കഴിയും. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അടിച്ചു വാരി തുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടൊക്കെ വന്നത് കേട്ടോ. പക്ഷെ ഒന്നും നടന്നില്ല എന്നല്ല. ഇപ്പോൾ 9 മണിയായില്ലേ, ഇനി അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നിന്നാൽ കുറേ സമയമാവും. അപ്പോൾ അത് കാരണം വേണ്ടാന്ന് വെച്ചു. നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇനി നാളെ രാവിലത്തെ വിശേഷങ്ങൾ ഒരു ഗെറ്റ് റെഡി വിത്തും പിടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ പിടിച്ചിട്ടില്ലല്ലോ. ഒരാഗ്രഹമാണ് കേട്ടോ, കുറേ കാലമായിട്ട് വിചാരിച്ചിട്ടുള്ളൊരു കാര്യം. നടക്കുമെന്ന് അറിയില്ല. കുറേ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നടന്നിട്ടില്ല. നാളെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. അങ്ങനത്തെ കുറച്ചധികം വിശേഷങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ കാണാം. അപ്പോൾ പിറ്റേ ദിവസം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അത് കഴിഞ്ഞ വർഷം ഓണത്തിന് ആങ്ങള വാങ്ങിച്ചു തന്ന ഓണക്കോടിയാണ് കേട്ടോ. ഇതുവരെയും ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് അങ്ങനെ ഷേപ്പാക്കി എടുത്തത്. പിന്നെ അതിന് ഒരു കോട്ടൺ പാൻറ്റ്, നല്ല ഞെറിയൊക്കെ വെച്ച കോട്ടൺ പാൻറ്റും ഒരു നല്ല വലുപ്പമുള്ളൊരു ഷോളൊക്കെ ആണ് അതിൻ്റെ കൂടെ. അതേ കളർ തന്നെയാണ് ഉപയോഗിച്ചത്. നല്ല അടിപൊളി ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. കുറേ നാളായിട്ട് എൻ്റെ ഡ്രസ്സുകളൊന്നും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, ഇത് നല്ല ഭംഗിയായി എന്നാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം. ചേട്ടൻ്റെ ഇന്ന് മുണ്ടിലാണ്, പാൻറ്റൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ മുണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് മുണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ പോക്ക് വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചാൽ ഡാലി പോണേറ്റ് മുന്നേ അവിടേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക്. പക്ഷേ ഒന്നും നടന്നില്ല, പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഗെറ്റ് റെഡി വിത്ത് പറഞ്ഞ പോലെ തന്നെയായി എല്ലാ കാര്യങ്ങളും. അങ്ങനെ അതിനോടൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു, എടുത്തോന്നൊന്നും അറിയില്ല. അങ്ങനെ സിന്ദൂരം കുറേ കോരിയിട്ടുണ്ട്. എപ്പോൾ എടുക്കുമ്പോഴും കയ്യിൽ നിന്ന് ഇങ്ങനെ കൂടുതലാവുക, അത് ഭയങ്കര ഒരു ഓവറാകുമ്പോൾ ഒരു ഭംഗികേടായിട്ട് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ താക്കോൽ എവിടെ വെക്കേണ്ടതെന്നൊക്കെയാണ് ഈ ചോദിക്കേണ്ടത് നിന്നിട്ട്. അപ്പോൾ പിന്നെ താക്കോൽ വെളിച്ചിൻ്റെ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യത്തെ താക്കോൽ മേടിച്ചിട്ട് വെളിച്ചിൻ്റെ കൂടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വന്ന് തുറക്കണമെങ്കിൽ തുറക്കുകയും ചെയ്യാം. യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ അവിടെ കൊടുക്കുകയാണ് ചെയ്യാം. അവിടെ ഇവിടെയും ചെടിച്ചട്ടിയിലും ജല്ലര അടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ അതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങളിത് പോയി. പിന്നെ ദാനത്ത് എത്തിയിട്ട് അപ്പോൾ ചേട്ടനൊരു ടൈലിൻ്റെ കഷ്ണം എടുക്കുകയാണ്, വണ്ടി ഇങ്ങനെ സ്റ്റാൻഡ് തട്ടാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡാലിയ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ 12 മണിക്കാണ് കയറേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്തിരി നേരത്തെ പോകേണ്ടി വന്നു. ഇവിടെ പോസ് കാണിക്കണ്ട്, ഇനി എന്തിട്ട് കാണിക്കാൻ? പുതിയത് മേടിച്ചതല്ലേ കിടാവ് പുതിയത് മേടിച്ചതല്ലേ, എന്തുട്ടാ കാണിക്കണേ? ഇടുവാ, ഇവിടെ വന്നിരിക്കും. മതി പോസ് കാണിച്ച ഇടുവാ. ഇതെവിടൊക്കെ നടക്കണ്? കുറച്ചു നേരം ഉണ്ടാവും.
ഉണ്ണിക്കുട്ടി പുതിയതായിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരാൻ ലിപ്സ്റ്റിക്കാണ് കൊണ്ട് തേക്കുന്നത്. ഞാനങ്ങനെ അതൊന്നും ഉപയോഗിക്കാത്ത കാര്യം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞവർ. പക്ഷെ ചേട്ടൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും കളിയാക്കാണോ എന്നൊരു സംശയം അല്ലേ. വീഡിയോയിൽ കുറച്ച് കൂടിയിട്ടായിരിക്കുക എന്നാണ് ഭംഗിയുണ്ട്. അപ്പം ഞാനങ്ങനെ എനിക്ക് പറ്റണ പോലെയൊക്കെ മാച്ച് കളഞ്ഞു. എന്നാലും ഭംഗിയുണ്ടെന്ന് എനിക്കും തോന്നി കേട്ടോ. ഇത്തിരിശൊക്കെ ലിപ് ബാമൊക്കെ ഉപയോഗിക്കാൻ തോന്നി. അങ്ങനെ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ നോക്കാം, ആലോചിക്കാം അല്ലേ. അപ്പോൾ ചിക്കൻ ദം ബിരിയാണിയാണ് ഡാലിയ വെച്ചിട്ട് പോയായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെന്ന് പരിശോധിച്ചു. അത് ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും അനിയനൊക്കെ വന്നിട്ടുണ്ട്. മക്കളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആങ്ങളേരെ ബെഡ്റൂമിൽ ഫാൻ അങ്ങോട്ട് കറങ്ങണില്ല. അപ്പോൾ അതെന്തോ കണ്ടൻസർ മാറ്റി അങ്ങനെ എന്താണ് ആദ്യത്തിനാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇനി എല്ലാവരുടെയും ജഗ പുക ബഹളമാണ് കേട്ടോ. അപ്പോൾ അത് ലിബി ചെന്നിട്ട് തപ്പി നോക്കിയപ്പോൾ ചക്ക ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അതൊന്ന് വെട്ടിത്താരാൻ പറഞ്ഞു. അനിയത്തിയോട് പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ മൈൻഡ് ചെയ്തിട്ട് നടന്നപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വെട്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടല്ലേ, അവിടെ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. അപ്പോൾ പിന്നെ വേഗം എടുത്ത് വെച്ചു. പക്ഷെ ചക്ക എന്തോ ഒരു വാട്ടുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ വെട്ടി എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഈ കൊല്ലം ആദ്യമായിട്ടാണ് ചക്ക പഴുത്തത് കഴിക്കണത്. അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടുകൂടി എല്ലാവരും കഴിക്കുകയാണ്. പറിക്കാനും ചോള പറിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ചുറ്റുമുള്ളതൊക്കെ തിരിച്ച് കേടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെത്തി കളഞ്ഞങ്ങാണ്ട് പിന്നെ ഉള്ളിലുള്ളത് പറിച്ചങ്ങാണ്ട് ഇട്ടു. അപ്പോൾ ആവശ്യത്തിന് ഞാൻ വിചാരിച്ചു കളയേണ്ടി വരുമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ഒരു വലിയ ഇൻട്രസ്റ്റ് ഇല്ലായ്മ കണ്ടപ്പോൾ പിന്നെ പോരണ നേരമായപ്പോൾ തുറന്ന് നോക്കിയപ്പോഴേക്കും അത്യാവശ്യം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രമേ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചെത്താനൊക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വേഗം ചെത്തി പറിച്ചൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവരും അങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരിത്തിരി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര നല്ല ചക്കയല്ലാത്ത കാരണം പിന്നെ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. വേണ്ടി വരും. ചിലപ്പോ കുടിക്കും. ഇരിക്കില്ല. കാണില്ല കൂടാ. ഫ്രഷ്നെസ് പോയി. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ കണ്ടിരുന്നു. പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചതിന്റെ ഇത് മാത്രമേ ഉള്ളൂ. സെൽഫി എടുക്ക നിങ്ങള്? ഏതാ ഫോൺ മേമയുടെ? മേമരല്ലേ? ഇത് നിന്റെ ഫോണാല്ലേ? ഓരോരുത്തരും ഓരോ ഭാഗത്ത് ബിസി ആയിരുന്നു. പക്ഷെ ചേട്ടൻ മാത്രം ടി വി കണ്ട് ടി വിയുടെ മുന്നിലായിട്ട് ഇരിപ്പാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണൻ അവിടെ നടുപ്പ് ഇരിപ്പുണ്ട്. ഏത് കൃഷ്ണനാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഗുരുവായൂരപ്പൻ തന്നെ. പിന്നെ ചക്ക വെട്ടാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. തൊട്ടനാവോ? ഇതെന്തോ ചീരയാണ്, കറി വയ്ക്കാൻ പറ്റണതാ. അപ്പോൾ അങ്ങനെ ചേട്ടൻ ചക്ക ഇടാനായിട്ട് പോവാണ്. പക്ഷെ ചേട്ടനെ കൊണ്ടൊന്നും പറ്റിയില്ല. ലാസ്റ്റ് ഉയരം കൂടുതലുള്ള ആൾ ലിബി തന്നെ വരേണ്ടി വന്നു. അനിയത്തിൻ്റെ ഭർത്താവ് കേട്ടോ ലിബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരേണ്ടി വന്നു. ചക്കയൊക്കെ നോക്കി നിന്ന് തോട്ടിയൊക്കെ ഉണ്ടായിരുന്നു. തോട്ടിയൊക്കെയൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഹൈറ്റിലായിരുന്നു കേട്ടോ. താഴെയുള്ളത് ഡാലിലേക്ക് ഇടാനെന്നും പറഞ്ഞ് അത് നിർത്തി വെച്ചു. മുകളിലുള്ളതാണ് ഇട്ടത്. ഇതാണ് ഏറ്റവും മൂത്തത് തോന്നുന്നു, താഴെ കിടക്കണത്. പക്ഷെ ഇത് കേടാല്ല കോട്ടാ.
മഴ പെയ്ത പിന്നെ കാര്യം. ഇത് മൂത്താന്ന് പറയണവൻ. ദീപിക്ക് എത്തോ നോക്ക്. ആ കുഞ്ഞിത് വീഴും ഇപ്പൊ തോട്ടി അങ്ങനെ കളം കൂടെ വലിച്ചിട്ട് കാര്യമില്ല. കാരണം തോട്ടി ഇതിങ്ങനെയാവും. ഞാൻ ഒരു ദിവസം അത് അടർന്ന് വീണ്ട വെയിറ്റ് കാരണം ചെറുതമ്പലാണ് ആ കൊളത്തിയത്. ഇത് നിക്കണത് രണ്ടു പറഞ്ഞ തന്നെയായിരുന്നു. ഏത് ചക്ക ഇടണ്ടെന്ന് പറയണ കേട്ടാ. ചക്ക ഏത് ഇടണ്ടെന്ന് പറയണെന്ന്. ആ അതൊക്കെ പറയണം. ചോള പറിച്ചോണ്ടാ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാനും കൂട്ടി കൂടില്ലേ. കൊറച്ച് മതി ചേട്ടാ, എന്നെ കിട്ടണ്ട വല്ലതും. ഈ കൊമ്പടിച്ചാലേ നിന്നെ മോര് കിട്ടുള്ളൂ. ബ്ലഡാ അതിന് പച്ച തീര കഴിക്ക്. മതി മതി. അപ്പം അങ്ങനെ അവൾക്കുള്ള മുരിങ്ങയിലും എനിക്കുള്ള മുരിങ്ങയിലും അങ്ങനെ രണ്ടും കൂടി ഒടിച്ചെടുത്ത് പോന്നു കേട്ടോ. പിന്നെ അതാ ചക്ക മുറിച്ചിങ്ങാട്ട് വെട്ടിയിട്ട് അകത്തേക്ക് കയറാൻ ചുള പറിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിനിടയ്ക്ക് ഇരുമ്പമ്പുളി കൂടി ഉണ്ടോ എന്ന് നോക്കാനുള്ള ചെക്കിംഗ് ആണ്. ഞാൻ ഇവിടെ ഇരുമ്പമ്പുളി കിട്ടാനൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇരുമ്പമ്പുളിയുമ്പോൾ പോയിട്ടുണ്ടെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. മൂത്തത് പൂട്ട് കണ്ട നമ്മളെ പുള്ളിമ, നമ്മളെ പുള്ളിമ പൂട്ട് കണ്ട, നമ്മളെ പുളി പൂട്ട് കണ്ടില്ലേ. പൂട്ട പോലെ തോന്നി. ഞങ്ങളവിടുത്തെ പൂട്ടൊന്നും അറിയോ? ഇത് മാത്രം ഇവിടെ ഈ കുരുമുളകിന്റെ ഇതൊന്നുമില്ലേ അരക്കണ വെള്ളം ആ അടുക്കരത്തിന്റെ മുകളിൽ വെച്ചോ. അല്ല ചാക്കുണ്ടാ വെള്ളിമ പറഞ്ഞിട്ടാ ഓഫാക്കട്ടെ. നിങ്ങൾ വെട്ടിട്ടേ ആ അല്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോവാ കൂട്ടി കൊണ്ടുപോ. പിന്നെ അയ്യോ മഴ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചാക്കൊക്കെ കൊണ്ട് ഓടി പടഞ്ഞത് അകത്തൊക്കെ കയറി. പിന്നെ അവിടെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു വരാന്തി ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇരിക്കാറൊന്നും ഇല്ല. എന്നാലും അവിടെ ഇരുന്നിങ്ങോട്ട് നിറയെ ആ ചാക്കിൽ കുറച്ച് പേപ്പറൊക്കെ ഇട്ട് ഇരുന്ന് ചുള പറിച്ചു. പിന്നെ ചേട്ടന്മാർ രണ്ടാളും വെട്ടി പറിച്ച് തരുന്നതുകൊണ്ട് അവർക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെക്കാളും. അപ്പോൾ ഒപ്പത്തിനൊപ്പം നിന്നുള്ളൂ. പിന്നെ അനിയത്തിക്ക് ഈ പറഞ്ഞ മാതിരി ഡ്രസ്സ് മാറാണ്ട് നിൽക്കണ കാരണം അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും വാചകടിച്ച് സഹായിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചുള പറിക്കലൊക്കെ കഴിഞ്ഞു. അതാ അതിന് അങ്ങനെ ശീലല്ലേ. ഇവങ്ങനെ മാത്രമേ കണ്ടപ്പോഴൊക്കെ തട്ടിയൊക്കെ എടുക്കും. അവനങ്ങനെ ശീലമായി. നീ കുഴിയുണ്ട് ഇവനങ്ങനെ ഇവൾക്ക് അങ്ങനെ അറിയില്ല. നിന്നെ പരിചയണ്ട. പിന്നെ എന്തറിയല്ലേ എന്തറി പെണ്ണുപൂച്ചയെ ചിക്കൻ മാത്രം കഴിക്കുള്ളൂ. ചിക്കൻ മീൻ മാത്രം, വേറെ ഒന്നും കഴിക്കില്ല. സുന്ദരി പിന്നെ ചുള പറിക്കലും പാക്കറ്റിലാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കില്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റായിട്ട് വിളമ്പി കൊടുത്തുട്ടോ. എല്ലാതും കൂടി കൊണ്ടുവയ്ക്കാനായിട്ട് നിന്നില്ല. ഓരോ പ്ലേറ്റിലായിട്ട് വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വട്ടട്ടിരുന്ന് അവിടെ കഴിച്ചു. ഡൈനിങ് ടേബിളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെയും. ഡൈനിങ് ടേബിളും ഇരിക്കൽ ഇത്തിരി കുറവാണ്. പിന്നെ ഇപ്പോൾ ഇത്രയും പേർക്ക് ഒരുമിച്ച് നമുക്ക് ടേബിൾ 6 പേർക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും 6 പേരിനേക്കാളും കൊക്കെ കൂടുതലുണ്ടല്ലോ. അപ്പോൾ പിന്നെ വട്ടട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ആ നല്ല ഭംഗിയുണ്ട് ഇതില്.
ഓ ആൾക്കപ്പം തീർച്ചയായും കൂടി വലിയ പെണ്ണായി വരാം വലിയ കുട്ടിയായിരുന്നുണ്ടെങ്കിൽ തല്ലൂട്ടത്തിനൊന്നും കുറവില്ല കേട്ടാ. ഇപ്പോൾ ഉണ്ണിക്കുട്ടനെ തോണ്ടറാണ് തല്ലൂടാൻ വേണ്ടിയിട്ട് കേട്ടാ. തല്ലൂടാനിരിക്കുക കേട്ടോ അവള്. നിരഞ്ജനക്കുട്ടീനെ അറിയുന്നു വിചാരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മളോടൊക്കെ വന്നു എന്നിട്ടൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് കേട്ടോ. ടൈറ്റ് ആവണം. ചേട്ടൻ പിന്നെ മുണ്ടും അറിയുന്നില്ല ആ കായും കൊണ്ട് എൻ്റെ കൊടുത്തിട്ട് കയറി. പിന്നെ ഞങ്ങളിത് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇടയിൽ തീവണ്ടിക്ക് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോൺ ഓഫായി പോയി. വീട്ടിൽ വന്ന് ചാർജിലിട്ടു. പിന്നെ ഞാൻ വൈകുന്നേരം ചക്കേനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് നുറുക്കി ചക്ക ഉപ്പേരി വയ്ക്കുകയാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം കുത്തിപ്പൊടിച്ച ചതച്ച മുളകുണ്ടല്ലോ, വറ്റൽമുളക് ചതച്ചത് അത് ഇട്ട് കൊടുത്തു. അതിട്ട് മൂപ്പിച്ചിട്ടാണ് ഇനി നമുക്ക് ചക്ക വേവിച്ച് വെച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഉള്ള എല്ലാ ചക്കയും ഞാൻ വേവിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചതഞ്ഞ ഭാഗം കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം മൂത്ത് അതിലിട്ട് ഇളക്കി പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു നേരത്ത് ഇളക്കി നന്നായിട്ട് അലിയിച്ചതിന് ശേഷം ചക്കയിട്ട് മിക്സ് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ബീഫും ചക്കയും കൂടി വെക്കാനായിട്ട് ഇവിടെ വരെ ബീഫ് നോക്കി. ചിക്കന് വില കൂടിയ കാരണം ബീഫൊക്കെ എല്ലായിടത്തും കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ബീഫ് കിട്ടിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ബുധനാഴ്ച രാവിലെ 9 മണിക്കാണ്.